ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആറ്റിക്കുത്താലും മകൻ അവരുടെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ, അതുപോലെ അരിക്കുഞ്ഞ് മാസ്റ്റർ സദസ്സിലും വേദിയിലുമുള്ള മുഹബ്ബീകളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷമായി. ഇങ്ങനെ മഹത്തായ മജ്‌ലിസിൽ പങ്കെടുക്കുക, പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ, അതൊക്കെ അൽഹംദുലില്ലാഹ് വലിയ അനുഗ്രഹം തന്നെയാണ്. ഇനിയും ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുത്ത ഒരുപാട് ആളുകൾ അവരുടെ പല പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അല്ലാഹു അതെല്ലാം നിറവേറ്റി കൊടുക്കട്ടെ. നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ചില ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നു, ചിലർക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അവർക്കെല്ലാം മരണപ്പെട്ടിട്ടുള്ളാവും അപ്പുറത്തും അർഹത്ത് നൽകട്ടെ. സുഖമില്ലാത്തവർക്കുള്ളാവും ഇതിലാഴ്ച മഴക്കീത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമയം വൈകിയത് കാരണം കൂടുതലായി ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പുണ്യമാസത്തിൻ്റെ കുറിച്ച ബഹുമാനപ്പെട്ട ആളുകൾ വളരെ സുദീർഘമായി സംസാരിച്ചു. ഇനിയും പറഞ്ഞാൽ തീരില്ല, അത്രയധികം മഹത്തായ ഒരു മാസമാണ് പുണ്യ. റജബിലും ശഅബാനിലും റമദാനിലും ബർക്കത്ത് ചെയ്യാൻ നമ്മൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ദ്വാരയിൽ ഉൾപ്പെടുത്തുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഹദിയ കുടുംബങ്ങളിലൊക്കെ നല്ല ബന്ധം പുലർത്തുക, അതൊക്കെ ഇതിൻ്റെ ഈ പുണ്യമാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാ രോഗശിവൽ തെറ്റേ അതിൻ്റെ പരിപാടികളൊക്കെ അല്ലാഹു വളരെ വമ്പിച്ച വിജയത്തിലെത്തിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അലിക്കുഞ്ഞ് മാസ്റ്റർ, അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ സുഖമില്ലാത്തവർ എത്തിയിട്ടുണ്ട്. അലിക്കുഞ്ഞ് മാസ്റ്റർ ഞങ്ങൾക്ക് ഒരു സമയത്ത് അബീറിൽ പോയിട്ടുണ്ട്. അദ്ദേഹം മിക്കവാറും പല ദർഗകളും സന്ദർശിച്ചുള്ള വ്യക്തിയാണ്. അതുപോലെ അജ്മീർ ഷരീഫൊക്കെ കാണാനും മാത്രം അത് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാമെന്നാണ് തോന്നിക്കേട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ഉസ്താദിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാം കിടന്നാൾ പ്രാരംഭത്തിലാക്കട്ടെ. ഈമാനോട് ഏൽപ്പിച്ച് തരട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ ബഹുമാനപ്പെട്ടവരുടെ പ്രകാരം ഈ സദസ്സ് കാണുന്നതായി അറിയിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്വാക്കൾ ഉദ്ധരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ നോക്കി വന്നാണ് ഞാനല്ല, മൂപ്പര് മഖാമിലിരിക്കുന്നുണ്ട് മൂലയില്. പള്ളിയിലെ ഇമാമ് ചോദിച്ചല്ല, തങ്ങള് അങ്ങേ കാണാൻ വേണ്ടി എടോ കല്ലടോ വലിയുള്ള വടകര മുഹമ്മദ് തങ്ങൾ പറയും ഇന്നെ നോക്കിയിട്ട് എല്ലാവരും വന്നത്. പള്ളിന്റെ മഖാമിന്റെ മൂലയിൽ, അത് ഇന്നത്തെ മാതിരിയല്ല, മഖാമിന് ചെറിയൊരു സൗകര്യം ആ മൂലയിലുണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഇമാമ് പോയി നോക്കുമ്പോ പള്ളിമാടുന്ന മുഹമ്മദാജിയല്ലേ, അവരെന്നെ അവരാണ്. ഇത് കണ്ട് നമ്മളെ ശൈഖുനാവളികളെ കണ്ടതോടുകൂടി യാ ശൈഖൽ മുഅല്ലം അജീബൂരി വഅബിദൂരി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അറബി. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് തരിത്തിട്ട് തരണം. നമ്മളെ ശൈഖുനാവളികൾ പറഞ്ഞ ഞാൻ ശൈഖുനാഥ അവിടെ വലിയ മുഹമ്മദായി തങ്ങളുണ്ട്, അതിനപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയ ശംസുലമുണ്ട്, ഓരൊക്കെയാണ് ഞാൻ. അല്ലല്ല, ഈ വന്നത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കുടുംബത്തിലെ 2 പേരക്കുട്ടികളാ. ഞങ്ങൾക്ക് ഉപ്പാപ്പ കാണിച്ചു തന്നത് അങ്ങനെയാണ്. കഴുത്തിൽ ബൊമാബിയുടെ വലതു ഭാഗത്ത് ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു, കഴുത്തിന്റെ ഭാഗത്തിലെ ഒരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ കണ്ടതോടുകൂടി അങ്ങ് തന്നെ. അപ്പൊ മറ്റേ ആള് പറയാ ഇടത്തെ ചെവിയിൽ ഒരു കറുത്ത ഉണ്ണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത അടയാളത ഇടത്തെ ചെവിയിൽ ഉണ്ണി. അങ്ങ് തന്നെ ഷേഖിന്റെ പള്ളിയിലുള്ളവരൊക്കെ അന്തം വിട്ടുപോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ ബൈഅത്ത് ചെയ്ത് ഇജാസത്ത് വാങ്ങിയിട്ട് തിരിച്ചുപോയി. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ടവർ വളരെയേറെ ബന്ധമുള്ള ഒരു മഹാനായിരുന്നു. ഇടിയങ്ങരയിൽ മറവട്ട് കിടക്കുന്ന മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ ഇതുപോലെയുള്ള ഈ റജബിന്റെ 15-നാണ് അവിടെ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിന്റെ സുദിനം. അപ്പവാടി നേർച്ച എന്ന് പറയുന്ന നേർച്ച നടക്കുന്നതിന്റെ പ്രധാന ചടങ്ങുകൾ റജബ് 15-നാണ് അവിടെ നടക്കാറുള്ളത്. നിരവധി കശ്മ കറാമത്തുകൾ നിറഞ്ഞ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ കടലിന്റെ അടുത്തായിരുന്നു മറവ് ചെയ്തിരുന്നത്. ഇപ്പോഴുള്ളതിന് കുറെ ദൂരെ. അങ്ങനെ കടലിൽ കയറി മഹാനവരുടെ ജനാസ
ഖബർ നാളെയും കൂടി തിരമാലകൾ കടൽക്ഷോഭത്തിൽ നാളത്തെ കടൽക്ഷോഭത്തിൽ ബഹുമാനപ്പെട്ട ഖബറിടം പോകുമെന്നുണ്ട്. അന്ന് തലേന്ന് രാത്രി ബഹുമാനപ്പെട്ട അതിൻ്റെ പരിസരത്തിലുള്ള 4 മഹലിലെ കാരണവന്മാർക്ക് സ്വപ്നം കണ്ടു. എൻ്റെ ജനാസം നിന്റെ സ്ഥലത്ത് നിങ്ങളൊന്ന് എടുത്തു കുറച്ച് ഇപ്പുറത്തേക്ക് മറവ് ചെയ്യണം, കടലിൽ എന്നെ എടുത്തു കൊണ്ടുപോകാനായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ 4 പള്ളിയിലെ കാരണവന്മാർക്ക് സ്വപ്നം കണ്ടു. പിറ്റത്തെ ദിവസം അവിചാരിതമായി ചായക്കടയിൽ വെച്ചുകൊണ്ട് ഈ സ്വപ്നം കണ്ട 4 ആൾക്കാരും വന്നു. 4 ആൾക്കാരും വന്നിട്ട് ഒരുമിച്ച് കൊടുത്തു. ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ന പോലെ. അപ്പൊ മറ്റേ ഞാനും കണ്ടു. അപ്പൊ മറ്റേ ഞാനും കണ്ടു. മറ്റേ ഞാനും. അങ്ങനെ ഇവർ 4 ആളും പോയി. 4 ആളും സ്വപ്നം. അപ്പൊ അതിൽ ഒരാളോട് പറഞ്ഞിട്ടു, 4 ആളോടും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം. ഒരാളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് കുളിപ്പിക്കുകയും വേണത്തോന്നു. അപ്പോ ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തിട്ട് 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം. അങ്ങനെ പറഞ്ഞ പോലെ ഇവർ പോയി സ്ഥാനം കണ്ടു, ഖബറ് കണ്ടെത്തി. ഖബറിലെ മൂടുകല്ല് മാറ്റി നോക്കുമ്പോൾ അപ്പ വെച്ച മയ്യത്ത് പോലെ ഒരു തുള്ളി വെള്ളം ആ കഫംപുടയിലായിട്ടില്ല. സുഗന്ധം വീശുന്ന ആ പരിമളം വീശുന്ന ജനാസ അവരെടുത്ത് ഇപ്പോ ഇടിയങ്കര മക്കാമിൽ ആ മക്കാമ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് കുളിപ്പിച്ച് പറഞ്ഞ പോലെ കുളിപ്പിക്കാൻ പറഞ്ഞ ഒരാളെ പറഞ്ഞല്ലോ. അപ്പൊ അയാൾ ജനാസ മാറ്റി കുളികളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, കുളിപ്പിച്ചു. അവസാനത്തെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കുളിപ്പിക്കാൻ പറഞ്ഞ ആളെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു. ഈ പുഞ്ചിരി കണ്ടോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനല്ല. അങ്ങനെയാണ് പിന്നെ ചരിത്രവും പരിശോധിക്കുന്നത്. ഈ ചിരിക്കൽ കണ്ടതോടുകൂടി ഓരോ മാനം ഞാൻ എൻ്റെ മാനത്ത് കൊണ്ടാണ്, എൻ്റെ മാനത്ത് കൊണ്ടാണ്, എൻ്റെ മാനം, അങ്ങനെ 4 ആൾ നറുക്കായി. അവസാനം നറുക്കിട്ടപ്പോൾ ഒരു മഹല്ലത്തിനെ കിട്ടി. അങ്ങനെ ആ മഹല്ലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജനാസ എടുക്കാൻ നോക്കിയപ്പോൾ ജനാസ പൊന്തുന്നില്ല. അപ്പോൾ ഒന്നും കൂടി അവരെ ദുആ ചെയ്തു. അവിടെ പരിസരത്തുള്ള ഖാദിമാരെ വിളിച്ചു ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർക്ക് ചിലർക്ക് പൊന്താത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇവിടെ ആയിരിക്കും ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടം. ആ നിലയ്ക്ക് നമ്മളൊന്നുകൂടി നറുക്കിടുക. അങ്ങനെ ആ നിലക്ക് നറുക്കിട്ടപ്പോൾ ഇപ്പം നമ്മൾ ആ ജനാസ മറവിച്ച മഖാം സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് ബഹുമാനപ്പെട്ടവരുടെ ഇഷ്ടം അവിടെയാണെന്നതിൽ മനസ്സിലായി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ അവിടെ മറവ് ചെയ്തു. 456 ഒരു മുസ്ലിമാണ്. ബഹുമാനപ്പെട്ട വൈദേശിക ശക്തിക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ജനങ്ങളെ അതിനുവേണ്ടി ഉദ്ബോധിപ്പിച്ച മഹാനായിരുന്നു ഷെയ്ഖ് ശംസുദ്ദീൻ അബുൽ വഫായ് മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിൻസി റളിയല്ലാഹു. ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ടവരെ എല്ലാവരും ഓർക്കുന്നൊരു മാസമായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെയും അനുസ്മരിച്ചതാണ്. നമ്മുടെ മുത്ത് ശൈഖുനാ റളിയല്ലാഹു അൻഹു ആത്മീയമായി വളരെയേറെ ബന്ധമുള്ള ഒരു മഹാനും കൂടിയായത് കൊണ്ടാണ് ആ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഈ മഹാന്മാരെയൊക്കെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ നമ്മളെല്ലാവരും ഇതിലേക്ക് വന്നതും ഇവിടെ അതോടുകൂടി ഇരിക്കുന്നതും ജാതി മത ഭേദമന്യേ ഇവിടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. ആമീൻ. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗത്തിൽ ഭക്ഷണം കഴിച്ച് wudu ചെയ്തതുപോലെ വേഗം വരെ ദുആ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സംഗതികളിലേക്ക് തിരിയാം. ഇൻഷാ അല്ലാഹ് വേഗം പുരുഷന്മാരെയും ഇനി നമുക്ക് ദുആർക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, മുഖത്ത് ക്ഷീണം കാണും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഇതേപോലെ ഭക്ഷണം കഴിച്ച് ഉദവില്ലാത്തവർ നേരെ ഉദോർത്ത് ഇതേപോലെ വന്നിരിക്കുക. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരുപാട് മഹാന്മാരുടെ മദ്ഹ് ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട മേറാജിൻ്റെ മൗലിദ്, മേറാജിൻ്റെ ചരിത്രങ്ങൾ പറയുന്ന മേറാജ് മൗലിദ് ഇവിടെ കണ്ടു. സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ജീസിയ തങ്ങളുടെ ഉറൂസിൻ്റെ മാസമാണ്. അതുപോലെ കോഴിക്കോട് അന്ത്യവിഷമങ്ങൾ നമ്മുടെ ശൈഖുനാ റളിയല്ലാഹു തആല ഒരുപാട് കാലം മുറാഖബയിലും റിയാദിലും കഴിഞ്ഞു കൂടിയൊരു മക്കാമാണ് കോഴിക്കോട് ഇടിയങ്ങര മക്കാം.
ബഹുമാനപ്പെട്ട ഒരു വെള്ളിമാടുകളിൽ നിന്ന് കോഴിക്കോട്ടേക്ക് താമസം മാറിയതിന്റെ കാരണം ഷെയ്ഖ് മാമുക്കായി തങ്ങൾ പള്ളിയായിട്ടുള്ള ബന്ധം. ബഹുമാനപ്പെട്ടവരെ മൗലിദ് ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹി സ്വലാം തങ്ങളുടെ മൗലിദ്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മൗലിദ്, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ, റിഫായി ഷെയ്ഖ് തങ്ങളെ, നമ്മുടെ ഷെയ്ഖിനടക്കം നിരവധി മഹാന്മാരെ മൗലിദ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ നസീഹത്തിന്റെ മജ്‌ലിസ്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് എല്ലാവരും പോകാം. لا إله إلا الله لا إله إلا الله بالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا الله صلى الله عليه وسلم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقولوا حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. اللهم صل وسلم وبارك